നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനിഷ്ഠവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ശനിയുടെ മാറ്റമാണ്. ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി മീനമാസം 8-ാം തീയതി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നു. അതായത് ശനി മാറുകയാണ്. കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് ശനി മാറുന്നു. ശനി എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ ശനിയുടെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതും ആണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം രാജകാരകനാണ്. രാജാവിന് തുല്യമായി വാഴുന്ന അവസ്ഥ ഉണ്ടാക്കി തരുന്ന ഗ്രഹമാണ് ശനി. അതോടൊപ്പം തന്നെ ദുരിതകാരകനോടാണ്. നമ്മുടെ ജീവിതത്തെ ശിഥിലീകരിക്കാൻ ശേഷിയുള്ള ഗ്രഹവും കൂടിയാണ് ശനി. അപ്പോൾ ഈ രണ്ട് തലങ്ങൾ ശനിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇടവൻ രാശിയുടെ ഫലമാണ്. നമ്മൾ മേടൻ രാശി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇടവൻ രാശിയാണ്. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നാണ് ഇടവക്കൂർ അല്ലെങ്കിൽ ഇടവൻ രാശി എന്ന് പറയുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു എങ്കിലും അവർക്ക് ശനിയുടെ അവസ്ഥ ഇപ്പോൾ കുറച്ച് പരിതാപകരമാണ്. ദുരിതകരമായിട്ടുള്ള അവസ്ഥയിലാണ് ശനി നിൽക്കുന്നത്. അതായത് കണ്ടക ശനിയാണ്. ശനി അവരുടെ ലഗ്നരാശിയുടെ 10-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. കർമ്മരാശിയിൽ നിൽക്കുകയാണ്. കർമ്മരാശിയിൽ നിൽക്കുന്നതിനെ കണ്ടകശനി കാലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടകശനി കാലത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെല്ലാവരും തന്നെ കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടതയാണ്. അതായത് കർമ്മഭാവത്തിലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ട് കർമ്മ മേഖലയിൽ, ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉള്ള ജോലി കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, രോഗദുരിതങ്ങളും കഷ്ടതകളും കൊണ്ട് സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുള്ള ആൾക്കാരുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്ത് അമ്പയെ പരാജയപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. ബിസിനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ധനനഷ്ടങ്ങൾ ഉണ്ടായി ബിസിനസ് മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാർ ഇപ്പോഴുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ അല്ലെങ്കിൽ ജോലിക്കൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാരും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. വിദേശത്തൊക്കെ പോയി ജോലി ലഭിക്കാതെ തിരിച്ചു വന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ഇല്ലാതെ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരും വളരെയധികമുണ്ട്. ജോലി നഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിൽ കർമ്മമേഖലയിൽ പല തരത്തിലുള്ള ദുരിതങ്ങളാണ് ഈ ഒരു നക്ഷത്രക്കാർ ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർമ്മമേഖലയിൽ നിന്ന് നമ്മൾ പറഞ്ഞെങ്കിലും കർമ്മഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം പൊതുവിൽ കർമ്മമേഖലയെ എടുത്തു പറഞ്ഞതാണ്, പ്രാധാന്യം അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിനുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. എങ്കിൽ പോലും കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങൾ വളരെയധികമുണ്ട്. അതായത് കുടുംബത്തിൽ വാക്കുതർക്കങ്ങൾ, പ്രശ്നങ്ങൾ, വഴക്കുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാനസികമായിട്ട് ഐക്യതയില്ലായ്മ, അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ധനനഷ്ടങ്ങളുണ്ടായ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കൊടുത്ത ധനം തിരിച്ചു ചോദിക്കുമ്പോൾ അധികമായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായി ധനനഷ്ടമുണ്ടായ ആൾക്കാർ ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളരെ ദുരിതങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. എങ്കിലും ഇതിലിപ്പോൾ അവർക്ക് ഒരു ചെറിയ ഗുണമായിട്ട് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ്. വ്യാഴം അവരുടെ ലഗ്നരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് കണ്ണിൽ കൊള്ളേണ്ട കാര്യങ്ങൾ പലതും പുരികത്ത് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടാവും. അതായത് വലിയ ദുരിതങ്ങളൊക്കെ വന്നിട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അതായത് അതിൻ്റെ ആ ഒരു കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോകാതെ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്.
കോടതി വ്യവഹാരങ്ങളിലൂടെ പല ധനനഷ്ടങ്ങളും ഉണ്ടായവരുണ്ട്, വസ്തുവകകൾ പോയവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരും ഇപ്പോൾ ഉണ്ട്. എങ്കിലും ഈ വ്യാഴത്തിൻ്റെ ഗുണം കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പറയാനുള്ള കാരണം, അതിനൊരു കാരണം കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. അതായത് എല്ലാവർക്കും ഇത് ഞാൻ പറഞ്ഞു, കുറച്ച് ആൾക്കാർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. വ്യാഴം നിൽക്കുന്നത് കൊണ്ടാണ്, വ്യാഴം ലഗ്നരാശി നിൽക്കുന്നതുകൊണ്ട് ആ വ്യാഴദശ നടക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം. അല്ലെങ്കിൽ ജാതകത്തിൽ വ്യാഴം നല്ല ഭാവത്തിൽ കർക്കിടകൻ രാശിയിലോ ധനു രാശിയിലോ മീനൻ രാശിയിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർ ഉണ്ട്. അതായത് അവരുടെ ജാതകത്തിൽ വ്യാഴം ബലവാനാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. എങ്കിലും ചെറിയ തട്ടുമുട്ടുകളും ഒക്കെ കൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. അതായത് ശനി മീനം രാശിയിലേക്ക് ഗോചരം ചെയ്യുന്നു. അപ്പോൾ അവരുടെ 10 കണ്ടകശനി മാറി 11ലേക്ക് മാറുന്നു. 11ലേക്ക് മാറുമ്പോഴും ആ ഒരു വലിയ ദോഷം മാറി എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ആ ഗുണാനുഭവങ്ങൾ ഒക്കെ തന്നെ ഇനിയും അവർക്ക് പൂർണ്ണമായിട്ട് ലഭിക്കാൻ പോവുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പുരോഗതി ഉണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യങ്ങളുണ്ടാവും. വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ്, അതൊക്കെ വേഗം നടക്കും. സാമ്പത്തികമായിട്ടുള്ള കിട്ടാക്കടങ്ങളൊക്കെ കുറച്ചെങ്കിലും തിരിച്ചു ലഭിക്കുന്നതായിട്ടുള്ള അവസ്ഥയുണ്ടാവും. ശത്രുക്കൾ ഒട്ടുമിക്കതും നമുക്ക് മിത്രങ്ങളായിട്ട് തീരുന്ന ഒരു അവസ്ഥയുണ്ടാവും. നല്ല സൗഹൃദങ്ങൾ ലഭിക്കും. സൗഹൃദങ്ങൾ മുഖേനയുള്ള പങ്കാളിത്ത ബിസിനസ് കൊണ്ട് ജീവിതത്തിൽ ഇനിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നല്ല ജോലി സമ്പാദിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ വന്നു ചേരും. അതുപോലെ തന്നെ നമുക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള പലവിധ ഗുണാനുഭവങ്ങളും സന്താനങ്ങൾക്ക് ജോലി ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രോഗദുരിതങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അതിൽ നിന്ന് മാറി രോഗശാന്തി ഉണ്ടാകുന്നതായിട്ടുള്ളൊരു അവസ്ഥയാണ് വന്നു ചേരുന്നത്. അപ്പോൾ പൊതുവിൽ ഈ ശനിയുടെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ ആ കണ്ടകശനിയുടെ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിൽ വളരെ ഗുണാനുഭവങ്ങളും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ തന്നെ വന്നു ചേരുന്ന ഒരു കാലമാണ് ഇനിയും വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ലഭിക്കുന്നു അതുകൂടെ മനസ്സിലാക്കണം. അത് നമ്മൾ പലർക്കും അറിയാൻ മേലാത്ത ഒരു കാര്യമാണ്. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹം മാറിയതുകൊണ്ടോ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം മാറിയതുകൊണ്ടോ ഈ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരേപോലെ ഗുണങ്ങൾ ലഭിക്കില്ല. അത് വളരെ വളരെ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വലിയ സൗഭാഗ്യങ്ങളും വലിയ ഗുണാനുഭവങ്ങളും പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ കാലൻ അത് വന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒന്നും നടന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ഞാൻ ഇരുന്ന് തുമ്പണ്ടായിട്ടുള്ളൊരവസ്ഥയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതെങ്ങനെ ലഭിക്കുന്നു എന്നൂടെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ശനിയുടെ മാറ്റം വരുമ്പോൾ ഇപ്പം ആ ഒരു ശനി എന്ന് പറയുന്ന ഗ്രഹമോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളോ ശനിയുടെ കൂടെ യോഗം ചെയ്യുന്ന നിൽക്കുന്ന ഗ്രഹങ്ങളോ ഒക്കെ ബലവാനായിട്ടുള്ള ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വ്യാഴം ബലവാനാണെങ്കിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട്, യോഗങ്ങൾ, ദൃഷ്ടി ഇത്യാദി കാര്യങ്ങളൊക്കെ ആശ്രയിച്ചാണ്. ഒരു കാര്യം മാത്രമല്ല, ഉച്ച സ്ഥിതിയിൽ നിൽക്കുന്ന സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതൊക്കെ അനുസരിച്ച് ഇതെല്ലാം ജാതകത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകം നിങ്ങൾ ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി, അതാണ് ജാതകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബലാബലം അനുസരിച്ചാണ് ഈ പുരോഗതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു അവസ്ഥ വന്നു ചേരും അല്ലെങ്കിൽ ഭയങ്കര സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ അത് ലഭിക്കുമോ, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ ഇത്രയും, അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു 2.5 വർഷക്കാലമാണ് നമ്മൾ ഈ കിടന്ന് വട്ട് കളിച്ചത്, അല്ലേ, കറങ്ങിക്കളന്ന് നമ്മൾ വട്ട് കളിപ്പിച്ചു. നമ്മൾ ശരിക്കും ഒരു ഭ്രാന്തനായിട്ടുള്ളൊരവസ്ഥയിൽ അല്ലെ മനോനില നെറ്റിയൊരവസ്ഥയിൽ നമ്മൾ പോയൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, നമ്മുടെ ഭാര്യയോടോ മക്കളോടോ ഒക്കെ തന്നെ നമുക്ക് ദേഷ്യം വരും, അല്ലെ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് ദേഷ്യപ്പെടുക, ഒന്നിനും നമുക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥയൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റം വരുമോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഇനിയും വരാൻ പോകുന്ന ഇപ്പോഴത്തെ ദശാകാലവും ആ ശനിയുടെ മാറ്റം കൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ആ ശനി നിൽക്കുന്ന അവസ്ഥയും അല്ലെ മറ്റ് ഗ്രഹങ്ങളുടെ ബലാബലങ്ങളും ഒക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ഫലം പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ.
അതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ മറ്റ് യൂട്യൂബ് ചാനലൊക്കെ പരിശോധിക്കുമ്പോൾ കണ്ടകശനി മാറുന്നു, ഇനിയും രാജയോഗം, അതായത് നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. ഇപ്പം എല്ലാത്തിനകത്തും കണ്ടത് ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കും. നക്ഷത്രക്കാർക്ക് എങ്ങനെ ലോട്ടറി അടിക്കും? നമ്മൾ വളരെ കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നക്ഷത്രക്കാർക്ക് 5 പേർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. അല്ലെ 5 പേർക്കല്ല, 5 നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. 5 നക്ഷത്രക്കാർക്ക് എവിടെ ലോട്ടറി അടിക്കുക? നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അതിൽ 10,000 പേരെടുത്താൽ ഒരാൾക്ക് ചിലപ്പോൾ അടിച്ചാലാവും. വെറുതെ നമുക്ക് വെറുതെ നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ തരികയാണ്. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ഇതെല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു കാര്യമല്ല. എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടില്ല. അനുഭവപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗ്രഹസ്ഥിതി, നമ്മുടെ ജാതകത്തിലെ ആ ബലങ്ങൾ അനുസരിച്ചാണ് പൂർണ്ണമായിട്ട് ലഭിക്കുന്നത്. ലഭിക്കത്തില്ല എന്നല്ല പറയുന്നത്, ലഭിക്കും. പക്ഷേ 10,000 പേരെടുത്താൽ ചിലപ്പോൾ ഒരാൾക്ക് ആ ജാതകത്തിൽ ഗുണമുണ്ടായ ആ ഒരാൾക്ക് ചിലപ്പോൾ ധനലാഭങ്ങളുണ്ടാകും. അതാണ് ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കെന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ട് പാവപ്പെട്ടവർ പണിക്കും പോകാതെ വീട്ടിലിരുന്ന് ലോട്ടറി ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞിരിക്കും. വെറുതെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്താതെ വല്ല പണിക്കും പോയി കാശുണ്ടാക്കിക്കോണം. ഇത് ഈ പറയുന്നതിനകത്തൊന്നും നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. കാരണം ഈ ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊരു പൊതുഫലമായിട്ട് മാത്രമേ കണക്കാക്കാവൂ. പൊതുഫലമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇത് എഫക്റ്റ് ചെയ്യില്ല. അതിനാണ് ഞാൻ പറയുന്നത്, കൃത്യമായി നിങ്ങളുടെ ജാതകം പരിശോധിക്കുന്ന വേണമെങ്കിൽ നമ്മുടെ ഗ്രഹനില വേണം. ഗ്രഹനില വേണമെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനനസമയം, എവിടെയാണ് ജനിച്ചത് എവിടെയാണെന്നും നമുക്ക് അറിയേണ്ടതാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ ജനിച്ച ഒരാളും വിദേശ രാജ്യങ്ങളിൽ ജനിച്ച ഒരാളും തമ്മിൽ ലഗ്നത്തിന് വ്യത്യാസം വരും. നമ്മൾ ഇവിടുത്തെ ജനനസമയം ഇട്ട് ഗ്രഹനില എടുത്തു കഴിഞ്ഞാൽ ലഗ്നത്തിന് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, ജ്യോതിഷന് ഇന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഇപ്പോൾ നമ്മൾ വടക്കേന്ത്യയിലൊക്കെ ജനിക്കുക, കേരളത്തിലെ വടക്കേന്ത്യയിലാണെങ്കിലും 5-8 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായി ജനന സ്ഥലം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്ത് ഗ്രഹനില എടുത്ത്, അല്ലെങ്കിൽ ജാതകം ഉണ്ടെങ്കിൽ, ജാതകം കഴിച്ച ആൾക്കാരുണ്ട്, ജാതകം ഉണ്ടെങ്കിൽ ആ ജാതകത്തിൻ്റെ കോപ്പി കൊടുത്താലും മതി. ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ജനനസമയം കൊടുത്താൽ നല്ലൊരു ജ്യോതിഷനാണ്. ആ ഗ്രഹനില എടുത്ത് പരിശോധിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇനിയും 2025 മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം ചില വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും. ചില വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കില്ല ലോട്ടറിയുടെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ കുറച്ച് ധനപരമായിട്ടുള്ള വരവുകൾ കൂടും. അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ സന്തോഷങ്ങളും സുഖങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടും. ധനപരമായിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള വരവുകൾ നമുക്ക് ലഭിക്കും. ഒരിക്കലും നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് ഈ ഒരാൾ നമുക്ക് ആ പൈസ തരില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ആൾ നമ്മുടെ കയ്യിൽ പൈസ കൊണ്ടുതരും. എന്നാൽ ഇതിരിക്കട്ടെ, ഇത്രയേ ഉള്ളൂ, ഞാൻ ബാക്കി പിന്നെ കൊണ്ടുതരാം എന്ന് പറയുന്ന, അതായത് നമ്മൾ എഴുതി തള്ളിയ പൈസയൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അതൊക്കെ കൊണ്ടുതരുന്ന ഒരവസ്ഥയുണ്ടാകും. അതായത് ഈ വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. ഇടവത്തിൽ നിന്ന് മിഥുനം. അപ്പോൾ മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ വ്യാഴം ധനകുടുംബസ്ഥാനത്തേക്കായി. അപ്പോൾ ധനസ്ഥാനത്തേക്കും കുടുംബസ്ഥാനത്തേക്കുമായി. അപ്പം ധനപരമായിട്ടുള്ള വരവും കുടുംബത്തിൽ സന്തോഷവും, വീട് പണിയൊക്കെ മുടങ്ങിയത് വേഗത്തിൽ നടക്കും. നമ്മൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഈ 2.5 വർഷക്കാലത്ത് ആദ്യം നമ്മൾ തറയൊക്കെ കെട്ടിയിട്ട് മുച്ചിന് മുകളിലോട്ട് കെട്ടി അത് അവിടെ കിടന്ന് ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലേ. അതൊക്കെ ഒന്ന് മാറി ലോണൊക്കെ ഉണ്ടെങ്കിൽ ലോൺ പാസ്സാകും. അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ആയിരുന്ന പണങ്ങളൊക്കെ കിട്ടും. അതുവഴി അല്ലെങ്കിൽ നമുക്ക് കുടുംബ സ്വത്തുക്കളോ ഒക്കെ കിട്ടി നമുക്ക് അത് കൊടുത്തോ അല്ലെ അത് മുഖേനയൊക്കെ നമുക്ക് വീട് പണിയുന്നതിനും വീട് പണി മുടങ്ങിക്കിടന്ന ആൾക്കാർക്ക് വീണ്ടും വീട് പണി പുനരാരംഭിക്കുന്നതിനുമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള പലവിധ ഗുണാനുഭവങ്ങൾ ഈ ഒരു മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ശനി മാറുന്നതിന് വ്യത്യാസമില്ലെന്നല്ല, എങ്കിലും മെയ് മാസം 14-ാം തീയതിക്ക് ശേഷം വളരെ ഉയർച്ചകളാണ് ലഭിക്കുന്നത്. ഇല്ല പറഞ്ഞ പോലെ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ചെറിയ ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ആണെങ്കിൽ ലഭിക്കും. അത് ഈ പറഞ്ഞ പോലെയാണ്. എല്ലാവർക്കും അവരുടെ ഗ്രഹസ്ഥിതിയിൽ ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചാണ് അതിൻ്റെ ഈ പറഞ്ഞ എല്ലാ പൂർണ്ണ അനുഭവങ്ങളും. ഇപ്പോൾ ഈ വ്യാഴം മാറുന്നത് കൊണ്ട് ഈ വ്യാഴത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം ലഭിക്കണമെങ്കിൽ വ്യാഴം നിങ്ങളുടെ ഗ്രഹനിലയിൽ ബലവാനായിരിക്കണം. ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരാൾക്കോ വ്യാഴം മകരൻ രാശിയിൽ നിൽക്കുന്ന ഒരാൾക്കോ, മകരൻ രാശിയിൽ നിന്നുകൊണ്ട് മാത്രമല്ല, മകരൻ രാശിയിൽ നിന്ന് നീചഭംഗ രാജാവസ്ഥയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് ബാധകമല്ല. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഇതുമില്ലാതെ മകരൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിലൊക്കെ തന്നെ ലഭിക്കുക പാടാണ്, പ്രയാസമാണ്.
അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഗ്രഹനില കൃത്യമായി പരിശോധിക്കുക, വ്യാഴത്തിൻ്റെ ബലങ്ങളൊക്കെ ചിന്തിക്കുക. കാരണം നിങ്ങൾ അതുപോലെ പ്രയാസപ്പെട്ട് വന്നവരാണ്, എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്തോളൂ. ഏത് കാര്യം, ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ പരിശോധിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലതല്ലേ. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ തന്നെ ഇതൊക്കെയൊന്ന് അറിഞ്ഞു വെച്ചതിന് ശേഷം പോയി കഴിഞ്ഞാൽ അവർക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഒത്തിരി നാളായിട്ട് കുട്ടികളൊന്നുമില്ല, വളരെ പ്രയാസത്തിലൊക്കെ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ സന്താന സൗഭാഗ്യങ്ങളും സത്സന്താനങ്ങളും ഉണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വിവാഹങ്ങളൊക്കെ മുടങ്ങി കിടക്കും. ഒരു കാരണവശാലും വിവാഹം നടക്കുന്നില്ല, എത്ര ആലോചിച്ചിട്ടും നടക്കുന്നില്ല. വയസ്സ് 35 38 ആലോചനകളൊന്നും നടക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ അതൊക്കെ മാറി നല്ല ആലോചനകൾ വരികയും നല്ല വിവാഹങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം, ഞാൻ ഈ ഒരു സന്ദർഭത്തിലൊന്ന് ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഞങ്ങളുടെ നാൾപ്പുറത്തൊന്ന് നോക്കി തരുമോ, നാളെ ചേരുമോ നോക്കുമോ എന്ന് പറയാറുണ്ട്. ഈ നാളെ നോക്കി മാത്രം വിവാഹം നടത്തുന്നതുകൊണ്ട് എന്താണ് അതിൻ്റെ ഗുണം? അതെനിക്ക് മനസ്സിലാകുന്നതാണ്. നാളെ എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയാനൊരവസ്ഥയെന്ന് മാത്രമാണ്. നാളെ മാത്രമല്ല, ഗ്രഹനില തമ്മിലുള്ള പാപസാമ്യത വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ചോദിക്കും മറ്റുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടോ എന്ന്. പക്ഷേ അങ്ങനെ നോക്കാത്ത പല വിവാഹങ്ങളുമാണ് പിന്നെ ഈ വേർപിരിഞ്ഞൊക്കെ പോകുന്നത്. ചിലത് അങ്ങ് നമ്മൾ നോക്കിയാലും നല്ല സാമ്യതയായിരിക്കും ഗ്രഹനില നമ്മൾ, അതൊക്കെ മുന്നോട്ട് പോകും. കാരണം നമ്മൾ പലരും ഈ അങ്ങോട്ടും സെപ്പറേറ്റ് ആകുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമ്മുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ആ ഗ്രഹനില നമ്മൾ ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത ഗ്രഹനിലയായിരിക്കും, ചേർക്കാൻ പറ്റാത്തതായിരിക്കും കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ സമയമോശം വരുമ്പോൾ അവർ സെപ്പറേറ്റ് ആവുന്നത്, രണ്ടായി പോകുന്നത്, പിരിഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിവാഹ ആദി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഗ്രഹനില തമ്മിലുള്ള പാപസാമ്യത നമ്മൾ പരിശോധിച്ച് ഉത്തമമായിട്ടുള്ള ഗ്രഹനില നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ചേരുന്ന ഗ്രഹനിലകൾ തമ്മിൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് കേട്ടോ. അത് ഈ ഒരു അവസരത്തിൽ ഓർത്തത് കൊണ്ട് പറയുകയാണ്. അല്ലാതെ നക്ഷത്രപ്പൊരുത്തം മാത്രം നോക്കി ഒരിക്കലും വിവാഹം നടത്തരുത്. നക്ഷത്രപ്പൊരുത്തം ശകലം കുറഞ്ഞു പോയി, രജ്ജുദോഷമോ വേദോഷമോ ഒന്നുമില്ല, ഗ്രഹനില തമ്മിൽ നല്ല പാപസാമ്യതയുണ്ട്, നക്ഷത്രത്വം കുറവാണെങ്കിൽ പോലും നമുക്ക് നടത്താം, അതൊരു വിഷയമേ അല്ല. പക്ഷേ ഗ്രഹനില തമ്മിൽ പാപസാമ്യതയില്ല, ആ വിവാഹം തമ്മിൽ നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല, ഒരിക്കലും അവർ തമ്മിൽ മാനസികമായിട്ടൊരു യോജിപ്പുണ്ടാവത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇനിയുള്ള ഈ ഒരു നക്ഷത്രക്കാരുടെ ഗുണങ്ങളൊന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങളോടെ പറയുകയാണ്. അപ്പോൾ അതുകൂടെ നിങ്ങൾ കൃത്യമായി ചെയ്തോളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങൾ കൊണ്ട് ശനിയുടെ മാറ്റവും വ്യാഴമാറ്റവും വരുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ, ഈ പറയുന്ന വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിൽ ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ, കൃഷ്ണൻ്റെ അമ്പലത്തിൽ മാസത്തിലെ നാൾതോറും പാൽപ്പായസം അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക്, ജലധാര ഇത്യാദി വഴിപാടുകൾ നടത്തുക. ശാസ്താവിന് മാസത്തിലൊരു പ്രാവശ്യം ശനിയാഴ്ച ദിവസം നീലാഞ്ജനം അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക. നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക. തടസ്സങ്ങൾ കൂടുതലായിട്ടുള്ള ആൾക്കാർ കരയിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ സഹിതം ഒരു ഗണപതി ഹോമം ഇത്യാദി കാര്യങ്ങൾ നടത്തുക. പിതൃക്കളെ ഇരുത്താത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പിതൃക്കളെ ഒന്നും വർഷങ്ങളായിട്ട് ഇരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഖിലമായിട്ടുള്ള പിതൃസങ്കല്പത്തിൽ പിതൃപൂജ നടത്തുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ധർമ്മദൈവസ്ഥാനത്ത് കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ, അല്ല 5 മാസം കൂടുമ്പോൾ ധർമ്മദൈവസ്ഥാനത്ത് പോയി കുളിച്ചു തൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ദേവീക്ഷേത്രത്തിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ശുക്രദശയും ചന്ദ്രദശയും ഒക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അവരുടെ തടസ്സങ്ങളും പ്രയാസങ്ങളും മനോദുഃഖങ്ങളും ഒക്കെ മാറിക്കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നെ മറ്റു മതസ്ഥരെ അവരുടെ മതാചാര അനുഷ്ഠാനങ്ങൾ അനുസൃതമായിട്ടുള്ള വഴിപാട് നടത്തുക. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളാണെങ്കിൽ അവർ മുടങ്ങാതെ പള്ളിയിൽ പോയിട്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന കൊള്ളുക, പ്രാർത്ഥിക്കുക ഇത്യാദി കാര്യങ്ങൾ നല്ലതാണ്. അതുപോലെ തന്നെ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുക, മാസത്തിൽ ഒരു പ്രാവശ്യം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുക, സന്ധ്യാപ്രാർത്ഥന മുടക്കാതെ നടത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേരിൽ പള്ളിയിൽ കുർബാന നടത്തുക. മരിച്ചവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ കൃത്യമായി വർഷാവർഷങ്ങൾ കൃത്യമായി ചെയ്യുക. കുടുംബ കല്ലറയിൽ ഒരു 12 മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. മുസ്ലിം സഹോദരങ്ങൾ അവരുടെ മതാചാര അനുഷ്ഠാനങ്ങൾക്കനുസൃതമായിട്ടുള്ള നിസ്കാരങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക. അതുപോലെ തന്നെ
യത്തീംഖാനകളിലൊക്കെ നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു യഥാശക്തി വഴിപാട് അല്ലെങ്കിൽ യഥാശക്തി ഒരു തുക യത്തീംഖാനകളിൽ അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അന്നദാനത്തിന് വേണ്ടി നൽകുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് അന്നദാനത്തിന് വേണ്ടി നമ്മൾ ഓർഫനേജുകളിലോ മറ്റിടങ്ങളിലൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മളാൽ കഴിയുന്ന ഒരു തുക നൽകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതൊക്കെ വളരെ നല്ലതാണ്. ഇല്ലാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരെ സഹായിക്കുക. അത് കണ്ടിട്ട് നമ്മൾ കണ്ണടച്ച് പോന്നിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ക്ഷേത്രങ്ങളുടെ മോടി പിടിപ്പിക്കാനോ ദേവാലയം മോടി പിടിപ്പിക്കാനോ ഒന്നും പണം ചിലവാക്കാതെ നമുക്ക് നമ്മൾ പാവങ്ങൾ അല്ലെങ്കിൽ ഒരാൾ വഴിയിൽ നിന്ന് ഭക്ഷണത്തിന് ചോദിക്കുകയാണെങ്കിൽ നമ്മളാൽ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ആ പൈസ ശേഖരിച്ചുകൊണ്ട് വന്ന് പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ മസ്ജിദിലോ ഒന്നും കൊടുത്തിട്ടൊന്നും ദൈവം കാണത്തില്ല. വിശക്കുന്നവന് കൃത്യമായ ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്ന് മാത്രമാണ്. അതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ട് ഉള്ളത്. പ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഇടവൻ രാശിക്കാരൻ കൊണ്ട് അടിച്ച് കയറി വാ എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജഗദീശ്വരൻ നൽകട്ടെ. നല്ല നല്ല നിലയിൽ കഴിഞ്ഞ കഷ്ടതകളൊക്കെ മാറി നമുക്ക് ആ ഒരു ഓർമ്മകൾ പോലും നമ്മുടെ മനസ്സിലുണ്ടാകാത്ത രീതിയിലുള്ള സുഖസൗകര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും ശ്രീപതി ആഘോഷത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.